സ്വാതന്ത്ര്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും പലരോടും നമുക്ക് പലതും പറയാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാനും ദൈവത്തോട് എന്തും കരയാനും അപേക്ഷിക്കാനും ഒക്കെ ദൈവം തന്റെ കൃപാസനം നമുക്ക് വേണ്ടി തുറന്നിട്ടു. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ഒരു ബുക്കിനെ കുറിച്ചാണ് പ്രിയ അഭിഷിക്തം പറഞ്ഞത്, ഫോർത്ത് ഡയമെൻഷൻ. അതിന്റെ PDF കിട്ടും. അത് PDF എങ്കിലും വാങ്ങി അത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, അതിന്റെ മലയാളം PDF ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതൊന്ന് ഫോർത്ത് ഡയമെൻഷൻ കിട്ടുന്നവർ ദയവായി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ അതൊരു വലിയ വിടുതലായിരിക്കും ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ചില അഭിഷിക്തന്മാർ എഴുതിയ ബുക്കുകൾ അത് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം, തീർച്ചയായിട്ടും ബൈബിളാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ബുക്ക്. എന്നാൽ ദൈവം ഉപയോഗിച്ച മനുഷ്യരുടെ അവരെഴുതിയ ബുക്കുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വായിക്കാൻ താല്പര്യമുള്ളവർ ഫോർത്ത് ഡയമെൻഷൻ നല്ലൊരു ബുക്കാണ്, നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ദൈവം അസാധാരണമായ കാര്യങ്ങളെ ചെയ്യട്ടെ. ഇന്ന് രാത്രി എത്ര പേർ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നു? പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്നവർ മാത്രം ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു നല്ല ചിരി ചിരിച്ചേ. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കാണും നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ ഒരു നല്ല ചിരി ഇന്ന് രാത്രിയിൽ ഒന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. ഒന്ന് സന്തോഷിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ നാം ഇരിക്കുമ്പോൾ. ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും പല ചിന്തകളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന് നമ്മുടെ സന്തോഷത്തെ, സമാധാനത്തെ, നാളെ എന്താകും, ഹല്ലേലൂയ, ഭാവി എന്താകും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വല്ലാതെ ഭാരപ്പെടും. പക്ഷെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാം യഥാർത്ഥമായി ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും. ഒരു നല്ല ആരാധന കഴിയുമ്പോഴത്തേക്കിന് അതിന് മുമ്പുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും പലപ്പോഴും നാം മറന്നു പോകുന്നതിന്റെ കാര്യം, ദൈവ സാന്നിധ്യം യാഥാർത്ഥ്യമായി വെളിപ്പെടുമ്പോൾ അത് നമ്മുടെ ബ്രെയിനെ റിഫ്രഷ് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ റിഫ്രഷ് ചെയ്യും. അതുവരെ നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും അത് ക്യാൻസൽ ചെയ്ത് അത് പരിശുദ്ധാത്മ നിറവിൽ, അഭിഷേകത്തിൽ നമ്മളെ നിറയ്ക്കുമ്പോൾ ഇന്നലെ വരെ വലിയ കാര്യമായിരുന്ന പലതും ഇന്ന് നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലാതെയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ആ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് സന്തോഷിച്ച് നമ്മുടെ ബ്രെയിനെ റിഫ്രഷ് ചെയ്യാം, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ റിഫ്രഷ് ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ ബ്രെയിൻ റിഫ്രഷ് ആകുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ തോട്ട് ലൈഫ് റിഫ്രഷ്ഡ് ആകുമ്പോൾ, നമ്മുടെ ബ്രെയിൻ റിഫ്രഷ്ഡ് ആകുമ്പോൾ, നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറുമ്പോൾ, നമ്മുടെ കാഴ്ചമണ്ഡലം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നാം ചിന്തിക്കുന്ന ചിന്താമണ്ഡലങ്ങൾ മാറുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നാം നെഗറ്റീവ് ചിന്തിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നാം കാര്യങ്ങളെ പോസിറ്റീവായി കാണുകയും നാം കാര്യങ്ങളെ പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്താൽ അതിന്റെ എഫക്റ്റുകൾ നമ്മുടെ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പഠന മേഖലകളിൽ അത് വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ഭാവി മേഖലകളിൽ അത് വെളിപ്പെട്ടു വരും. സകലത്തെയും പോസിറ്റീവായി ഇന്ന് രാത്രി കാണുവാൻ ദൈവമേ ഒരു കൃപ എന്റെ മേൽ പകരണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്ന് രാത്രി ദൈവം ഏൽപ്പിച്ച ചിന്തയിലേക്ക് കടന്നു വരാം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എ കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധം. നമുക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്, എനിക്കറിയാം. 4-ാം ദിവസം അല്ല, 4-ാം സെക്ഷനാണ് ഉപവാസത്തിന്റെ. എങ്കിലും ഇതിന്റെ ഒരു തുടക്ക സമയത്ത് നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ പറയാൻ പോകുന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് നമുക്ക് കുറച്ച് പതുക്കെയാണ് പോകുന്നത്. നിങ്ങൾ ദയവായി ഉറങ്ങാതെ എന്നെ ശ്രദ്ധിക്കുക. എനിക്കറിയാം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങരുത്. ഈ കണ്ണാടി വെച്ചവരാണ്, നമ്മൾ ഉറങ്ങിയാൽ അവരറിയത്തില്ല. കണ്ണാടി ഇരിക്കുമ്പോൾ ഇത് കണ്ണടഞ്ഞാണോ തുറന്നാണോ ഇരിക്കുന്നത് അറിയത്തില്ല. അതുകൊണ്ട് കണ്ണാടി ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറങ്ങിയാൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ദയവായി ഉറങ്ങരുത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന ചിന്ത ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം, എ കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിൽ റോമർക്ക് എഴുതിയ ലേഖനം 1-2 അധ്യായങ്ങൾ ഒരു പഠനമായിട്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമാണ് ഈ ഞായറാഴ്ച പ്രസംഗിക്കുന്നത്. ഒരു 1.5 ആഴ്ചയായിട്ട് റോമർക്ക് എഴുതിയ അധ്യായം 3-ാം അധ്യായം തിരിച്ചും മറിച്ചും വായിച്ചിട്ട് പ്രത്യേകിച്ച് പറയാൻ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ദൈവം ശക്തമായി ഇടപെട്ട ഒരു ദൂത് വന്നത്.
ഹാലേലൂയ. ആ ദൂതാണ് കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം. അപ്പം എന്താണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കവനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അതിനെ നമുക്ക് ഉടമ്പടി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കരാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഉഭയസമ്മതം, അല്ലെങ്കിൽ ഒരു ധാരണ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ എ കവനന്റ് ഇസ് എ ഫോർമൽ എഗ്രിമെന്റ് ഓർ പ്രോമിസ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ. രണ്ടു പേരോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാർ തമ്മിൽ കൂടി വന്ന് അവരൊരു ധാരണയിലെത്തുന്നത്, അല്ലെങ്കിൽ അവരൊരു കരാറിലെത്തുന്നത്, അല്ലെങ്കിൽ അവരൊരു ഉഭയസമ്മതത്തിൽ എത്തുന്നതിനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കവനന്റ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് കൂടി വന്ന് ഒരേ കാര്യത്തിൽ അവർ ഒന്നിക്കുമ്പോൾ, ഒരു ഉടമ്പടിയിലാകുമ്പോൾ, ഒരു ധാരണയിലാകുമ്പോൾ അതിനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വിവാഹം ഒരു ഉടമ്പടിയാണ്, ഒരു കവനന്റ് റിലേഷൻഷിപ്പ് ആണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പം അതിന്റെ ഒരു പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് നമ്മളിങ്ങനെ പറയുമല്ലോ, സുഖത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലും വിഷമത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഞാൻ നിന്നെ പിരികയില്ല എന്ന് പറഞ്ഞ് ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് വിവാഹത്തിൽ നിൽക്കുന്നത്. ഈ കവനന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ. whenever there is a covenant there is condition. കണ്ടീഷൻസ് ഇല്ലാത്ത ഒരു കവനന്റ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടൊക്കെ ഉടമ്പടി ഉണ്ടോ, എവിടൊക്കെ കരാറുണ്ടോ, അവിടെ ഇരുകൂട്ടരും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്, ഒരു മാനിഫെസ്റ്റോ ഉണ്ട് എന്ന് നാം തിരിച്ചറിയും. അതുപോലെ തന്നെ ദൈവവുമായി ഒരു ദൈവ പൈതൽ ഉടമ്പടി ബന്ധത്തിൽ കടന്നു വരുമ്പോൾ അവിടെയും കണ്ടീഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിലെ മാനിഫെസ്റ്റോകൾ നാം പാലിക്കുന്നെങ്കിൽ മാത്രമേ ഒരു കവനന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യം. നമ്മൾ ഈ തിരിച്ചു വിവാഹത്തിലേക്ക് കടന്നു വന്നാൽ, വിവാഹം ഒരു കവനന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു സഹോദരനും സഹോദരിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് കാറ് ഒരു ട്രാഫിക്കിൽ വന്നു. അപ്പം ഈ ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു സുന്ദരിയായ യുവതി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ സഹോദരന് അറിയാവുന്ന ഒരു സഹോദരിയാണ് ഈ ക്രോസ് ചെയ്യുന്നത്. ഭാര്യ സഹോദരി തൊട്ടപ്പുറം ഇരിപ്പുണ്ട്. തനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടാണ് ഈ ക്രോസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ താൻ ആ സഹോദരിയെ നോക്കി ചിരിച്ചു, ആ സ്ത്രീ തന്നെയും നോക്കി ചിരിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഭാര്യയുടെ മുഖത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെയാണ് കവനന്റ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ഒരു ചിരി താൻ ഇതുവരെ ചിരിച്ചിട്ടില്ല. എന്നാൽ ക്രോസ് ചെയ്യുന്ന ആ സ്ത്രീയെ നോക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാരേജ് ഇസ് നോട്ട് എ കോൺട്രാക്ട്, ഇറ്റ്സ് എ കവനന്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ക്രോസ് ചെയ്യുന്ന തന്റെ ഫ്രണ്ട് ആയിരിക്കാം, ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്നതായിരിക്കാം, ആ സ്ത്രീയെ നോക്കി ചിരിക്കുമ്പോൾ ഈ കവനന്റ് റിലേഷൻഷിപ്പിൽ തൊട്ടപ്പുറം ഇരിക്കുന്ന ഭാര്യ സഹോദരി അത് ഒരിക്കലും അംഗീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ ഭാര്യ സഹോദരിയുടെ കണ്ടെത്തലുകൾ ഭയങ്കരമായിരിക്കും. ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഒരു ചിരി എന്നെ നോക്കി ചിരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയും പല്ലുണ്ടായിരുന്നു എന്ന് കല്യാണം കഴിഞ്ഞതിന് ഇത്രയും നാളുകൾക്കിടെ എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾ ആ സ്ത്രീയെ നോക്കി ചിരിച്ചപ്പോഴാണ് അത്രയും പല്ല് പുറത്തു വന്നത്. അനേക കണ്ടെത്തലുകൾ പുറത്തു വരും. എന്താ ഇതിന്റെ കാര്യം? പൊസസീവ്നെസ് ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ വിവാഹം ഒരു കവനന്റ് ആണ്. ആ കവനന്റിനുള്ളിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ബ്രേക്ക് ആകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ റിയാക്ഷൻസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ ഒരു തമാശയായിട്ട് പറയുന്നു എങ്കിലും കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് പലതിനെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അൺലോക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കീ ആണ്. കഴിഞ്ഞ നാളത്തെ ഞായറാഴ്ച അൺലോക്കിംഗ് സൺഡേ ആണ് എന്ന് ഞാൻ ആ പോസ്റ്റർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ദൈവമേ, ഇതൊരു നിയോഗത്തിൽ ദൈവം എനിക്ക് തന്നൊരു ദൂതാണ്. ചിലതിനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ നാം ദൈവവുമായി
ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വന്നേ മതിയാവുകയുള്ളൂ. ചില കണ്ടീഷൻസിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ ഉടമ്പടി ബന്ധം ഉറപ്പിക്കുകയും ആ ഉടമ്പടി ബന്ധത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഉടമ്പടി ബന്ധമാകുന്ന വിവാഹത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ പുറത്തു വരുന്നത് പോലെ ദൈവവുമായി നാം ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരും. അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യം നമ്മളിൽ പുറത്തു വരും. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നമ്മളിൽ നിന്ന് പുറത്തു വരും. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ഭാവി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഇതാണ് ഉടമ്പടി ബന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തിരിച്ച് വിവാഹത്തിലേക്ക് തന്നെ വരുമ്പോൾ പുതിയ നിയമം പ്രകാരം നമുക്ക് ഹല്ലേലൂയ ഉടമ്പടി, എല്ലാ ഉടമ്പടിക്കും കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ കണ്ടീഷൻസ് ബ്രേക്ക് ആകുമ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകും. നമ്മത് മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ദൈവമായ ഒരു കവനന്റ് റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾ മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഈ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധി, വേർപാട്, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ നിങ്ങളുമായി കവനന്റിലായിരിക്കുന്ന ദൈവത്തിന് വലിയ കാര്യമാണെന്ന് നിങ്ങൾ മറന്നുപോകും. നിങ്ങളുടെ നിങ്ങൾ കവനന്റിനകത്തിരിക്കണമെങ്കിൽ ജീവിതത്തിൽ തിരുവചനം പറയുന്ന കണ്ടീഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്തേ മതിയാവും. കുഞ്ഞുങ്ങൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കവനന്റ് തെറ്റുന്നതായ യാതൊന്നിലേക്കും നോക്കരുത്, തൊടരുത്, എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി വീണ്ടും കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി നമുക്ക് പതുക്കെ തിരുവചനത്തിലേക്ക്, ഇതിന്റെ തെളിവുകളിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വേഗം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കേണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈ രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റേണം. അവ ആണും പെണ്ണുമായിരിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന 17-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, ആകാശത്തിന്റെ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കുവാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നമുക്കറിയാം നോഹയുടെ കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ജലപ്രളയം വരുന്നതിന്റെ മുമ്പേ കർത്താവ് നോഹയോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നീയുമായി ഒരു നിയമം ചെയ്യും. ഇവിടെ മലയാളം ബൈബിളിൽ ഞാൻ നിയമം എന്ന് വായിക്കുമ്പോൾ അതിന്റെ ഒക്കെ അർത്ഥം ഉടമ്പടി എന്ന് നിങ്ങൾ മറന്നു പോകരുത്. മലയാളം ബൈബിളിൽ നമ്മൾ ഈ സെക്ഷനിൽ വായിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗങ്ങളിൽ എവിടെയൊക്കെ നിയമം എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ ഉടമ്പടിയായിട്ട് എടുക്കണം. കാരണം അതിന്റെ മൂലഭാഷയിലുള്ള അർത്ഥം ഉടമ്പടിയാണ്. ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി കവനന്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമം എന്ന് പറയുന്ന ഇടത്തൊക്കെയും നിങ്ങൾ കവനന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ, ഉടമ്പടി എന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോഹയുടെ ജീവിതത്തിൽ, നോഹയുടെ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് പറയുന്നു, ഞാൻ ജീവനുള്ള സകലത്തെയും നശിപ്പിക്കുവാൻ പോകുന്നു. എന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഹല്ലേലൂയ കുറെ മൃഗങ്ങളെയും പക്ഷികളെയും ഞാൻ രക്ഷിക്കാൻ പോകുന്നു എന്നുള്ള അരുളപ്പാട്. ഈ അരുളപ്പാടിനകത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നീയുമായി ഒരു നിയമം ചെയ്യും. ഇവിടെ നോഹയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദം ഹവ്വ അവർ പാപത്തിൽ വീണു, കായീൻ പാപത്തിൽ വീണു. ഒരു തകർന്നു പോയ വലിയൊരു തലമുറയെ നമുക്ക് പ്രൈസ് ദി ലോർഡ് ജെനസിസിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. എന്നാൽ തിരുവചനം പറയുന്നു, ആ തലമുറയിൽ നോഹയ്ക്ക് യഹോവയെങ്കിൽ നിന്ന് കൃപ ലഭിച്ചു. ഇതെങ്ങനെ ഈ കൃപ ലഭിച്ചു? പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഒരു വലിയ മർമ്മമുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം നിങ്ങളൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ക്ഷമിക്കണം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം, 5-29. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ
യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. പ്രൈസ് ലോർഡ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, നമ്മൾ കുറച്ച് പതുക്കെയാ പോകുന്നത്. ആ തലമുറയിൽ യഹോവയായ ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നു. ഈ തലമുറയിലും ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടും ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിരുവചനം പറയുന്നു, ഞാൻ വെളിയിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു വന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടുകൂടെ ഭക്ഷണം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വാസത്തിലാണ് എന്ന് പറയുന്നു എങ്കിലും നാം ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലാണ് എന്ന് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ വിശ്വാസ ജീവിതത്തിലാണ്. എന്നാൽ ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത് അതിനപ്പുറമായ ഒരു ബന്ധമാണ് എന്ന് ഈ മെസ്സേജിന്റെ ഈ ഘട്ടത്തിൽ ഈ ഒരു ദൂതായി ഞാൻ ദൈവമക്കളോട് പറയട്ടെ. ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത് അതൊരു നെക്സ്റ്റ് ലെവലിനെയാണ് കാണിക്കുന്നത്. ഈ തലമുറയിൽ നോഹയ്ക്ക് മാത്രം ദൈവത്തിങ്കിൽ നിന്നൊരു കൃപ ലഭിക്കുകയാണ്. നോഹെ, നീയുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. ഞാൻ ഇതിങ്ങനെ ധ്യാനിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, പെട്ടെന്നാണ് 5-ാം അധ്യായം അതിന്റെ 28-ഉം 29-ഉം വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. 29-ാം വാക്യം, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈയുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പേരിടുവാൻ ഒരു കാരണമുണ്ട്. വല്യപ്പനായ ഹല്ലേലൂയ ആദാമും വല്യമ്മയായും ഔവായും പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം ഏദനിൽ ഇറങ്ങി വന്നൊരു കാര്യം പറഞ്ഞു, നിങ്ങളാൽ ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ഇനി മുതൽ മുള്ളും പറക്കാരെയും ഈ ഭൂമിയിൽ നിന്ന് പുറത്തു വരും. കായീൻ തന്റെ സഹോദരനെ തല്ലിക്കൊന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് യഹോവയായ ദൈവം ഇറങ്ങി വന്നു, നീ കാരണം ഭൂമി ശപിക്കപ്പെട്ടു. ഇതാ യഹോവയാൽ ശപിക്കപ്പെട്ട ഭൂമി, അതിന്റെ ഫലം കൊടുക്കാത്ത ഒരു ഭൂമി. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലാമേക്ക് എന്ന് പറഞ്ഞ ഒരു അപ്പൻ ഒരു മകനെ ജനിപ്പിച്ചിട്ട് പറയുന്നു, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഒരപ്പന്റെ അനുഗ്രഹം മോന് കൃപയായി വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. നാളെ അവർക്ക് കൃപ ലഭിക്കും. ഇതാ യഹോവയായ ദൈവം ശപിച്ചിട്ടിരുന്ന ഭൂമിയിൽ ഒരപ്പന് ലഭിച്ചൊരു വെളിപ്പാട്. ഈ നശിച്ച ഭൂമിയിൽ എന്റെ മകനൊരു കൃപ ലഭിക്കേണ്ടതിന് അവൻ ജനിക്കുമ്പോൾ ഞാൻ അവന്റെ മേൽ ചില അനുഗ്രഹ പദങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യുക. നാളെ അവൻ വളർന്നു വലുതാകുമ്പോൾ അവൻ ഒരു അനുഗ്രഹ പാത്രമായി മാറും. യഹോവ ശപിച്ച ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് പേരിട്ടു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു പ്യുവർ ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. ഒരു ബ്ലെസ്സിങ്ങിനെ കൈമാറുന്ന ഒരു പിതാവിനെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, ഓരോ ദിവസവും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാം. നാം ഇന്ന് അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പദങ്ങൾ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ കൃപയുടെ ഉറവിടങ്ങളായി വെളിപ്പെടും. അവർ പല രാജ്യത്തായിരിക്കാം, അവർ പല സാഹചര്യങ്ങളിലായിരിക്കാം, അവർ പല സർക്കംസ്റ്റാൻസസിലായിരിക്കാം. പക്ഷെ ഇന്ന് നാം അനുഗ്രഹിക്കുന്നത് നാളെ അവർക്കൊരു കൃപയാ. ഇന്ന് നാം അനുഗ്രഹിക്കുന്നത് നാളെ അവർക്കൊരു ദൈവശബ്ദമാ. ഇന്ന് നാം അനുഗ്രഹിക്കുന്നത് അവരെ ഈ തലമുറയിൽ വ്യത്യസ്തരാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ മെസ്സേജ് മനസ്സിലായി തുടങ്ങി എന്ന് എനിക്കറിയത്തില്ല. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യഹോവ ശപിച്ച ഭൂമിയിൽ ഇതാ ഒരു അപ്പൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞാൻ എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആ അനുഗ്രഹം 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ നോഹയ്ക്ക് ഒരു വലിയ ദൈവകൃപയായി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് പറയുന്നു, നോഹേ, ഞാൻ നീയുമായി ഒരു നിയമം ചെയ്യും. മാതാപിതാക്കന്മാരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ നാളുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കവനന്റിനുള്ളിൽ കയറിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എവിടൊക്കെ നോക്കിയാലും അത് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ തലമുറകളെ ദൈവം പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണമാണ്, എന്റെ ഭാര്യ ഒരു ഉദാഹരണമാണ്, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരു ഉദാഹരണമാണ്. അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരാള് ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിയാൽ കുഞ്ഞുങ്ങളെ ദൈവം തൊട്ടിരിക്കും. അത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ വായിച്ചതിലേക്ക് തന്നെ പോകാം. 6-ാം അധ്യായം ഉൽപ്പത്തി 6:18 ഒന്ന് വായിക്കാമോ? വീണ്ടും ഉൽപ്പത്തി 6:18. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിന്നോട് ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ കിടക്കും. നോഹേ, നിയമം നീയുമായിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് നിന്റെ കുടുംബം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഒറ്റയ്ക്കായിരിക്കും വിശ്വാസത്തിൽ വന്നത്. നീ ഒരു നിയമത്തിലാണെങ്കിൽ നിന്റെ കുടുംബം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ദൈവം ഇൻക്ലൂഡഡ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുളമ്പ് ശേഷിക്കാതെ ദൈവം പറിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കും. കാരണം അത് ദൈവത്തിന്റെ നിയമത്തിനകത്തുള്ള ചില ഉടമ്പടിയ. ആ കണ്ടീഷൻ ദൈവം എന്നും ചെയ്തിരിക്കും. നോഹേ, എനിക്ക് നിയമം നീയുമായിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരുടെ ഭാര്യയും ഇതിനുള്ളിലേക്ക് കടന്നു വന്നേ മതിയാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 7:14 വേഗം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 7:14 വേഗത്തിൽ വാക്യങ്ങൾ എടുത്ത് വായിക്കാമോ? 1 കൊരിന്ത്യർ 7:14. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അടുത്ത വായിച്ചേ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടു ഇരിക്കുന്നു. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തന്നെ വന്ന ഭാര്യമാരെ, നിങ്ങൾ ആരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ നോക്കി കാലമാടനൊന്നും പറഞ്ഞു കളയരുത്. കാരണം നിങ്ങളിലൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കണ്ണിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധരെന്നെണ്ണരുത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ പലപ്പോഴും നമുക്ക് തോന്നും, എന്താ പറയുന്നത്, ഈ നമ്മൾ ചിലപ്പോൾ വിശ്വാസികളായിട്ട് നമ്മൾ ജീവിതത്തിലിരിക്കും, ഈ മെഴുകുതിരി കത്തിച്ച് ഇവർ ഇത്രത്തോളം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ദൈവമേ ഇതാണോ സത്യം, അതാണോ സത്യം എന്ന്. ഇതിന്റെ യഥാർത്ഥ സത്യം, നിങ്ങളൊരു നിയമത്തിലായതുകൊണ്ട് ദൈവം അവരോട് കാണിക്കുന്ന ഫേവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്ന ആദ്യമായി, ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിൽ നിന്ന് ആദ്യമായി വിശ്വാസത്തിൽ ഇറങ്ങുന്ന വ്യക്തി, ആ ഭവനത്തിന്റെ ആദ്യ ഫലമാണ് ദൈവത്തിന്റെ കണ്ണിൽ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ ആ ഭവനത്തിൽ ഇടപെടുകയും ആ ഭവനത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ വ്യക്തിയിലൂടെ അടുത്ത ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഭാര്യയിലൂടെ ആ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും, ആ ഭർത്താവിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടും, അല്ലെങ്കിൽ അവരുടെ മക്കൾ അശുദ്ധരെന്ന് എണ്ണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതെ ഇരിക്കേണ്ടതിന് ദൈവം അവരോട് ചെയ്യുന്ന ഒരു ഫേവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ എവിടൊക്കെ പോയാലും നിങ്ങൾ ഒരു കവനന്റ് റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവർ ഇന്നല്ലെങ്കിൽ നാളെ പെട്ടകത്തിനുള്ളിൽ കയറിയേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി വീണ്ടും കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. നമ്മൾ വീണ്ടും പഴയ ജനസിസിലേക്ക് വരികയാണ്. ഉൽപ്പത്തി 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഹല്ലേലൂയ. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. യു ഷാൽ എൻറ്റർ ദ ആർക്ക് എന്ന ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ വായിക്കാൻ കഴിയും. ഈ നോഹയോട് ചെയ്ത നിയമത്തിന്റെ കണ്ടീഷനാണ് നീ പെട്ടകത്തിൽ കടക്കണം. നോഹേ, നീ വെളിയിൽ നിന്നാൽ ഈ ഉടമ്പടിക്ക് യാതൊരു ബലവുമില്ല. പക്ഷെ നീ പെട്ടകത്തിനുള്ളിൽ കടന്നെങ്കിൽ മാത്രമേ ഈ നിയമത്തിന് വാലിഡിറ്റി ഉള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവിക കൽപ്പനകളെ അനുസരിച്ച് ദൈവവുമായി ഒരുമിച്ച് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ
ദൈവിക കവനന്റിനകത്തുള്ള സകലത്തെയും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നോഹയോട് പറയുന്നു, യു ഷാൾ എൻ്റർ ദ ആർക്ക്. ഇന്നുവരെ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ മീറ്റിംഗിൽ ആരെങ്കിലും അങ്ങനെ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ ദൈവമക്കളെ, യു ഷാൾ എൻ്റർ ദ ആർക്ക്. നിങ്ങൾക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തിടത്തോളം ഒരു പൂർണ്ണമായ ദൈവിക നന്മയോ ഒരു പൂർണ്ണമായ ദൈവിക വിടുതലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവിക കവനന്റിനുള്ളിൽ മാത്രമേ, ദൈവിക ഉടമ്പടിക്കുള്ളിൽ മാത്രമേ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുകയുള്ളൂ. ദൈവത്തിന്റെ കരം പൂർണ്ണമായി ചലിക്കുകയുള്ളൂ. ദൈവിക വിടുതൽ പൂർണ്ണമായി കാണുവാൻ കഴിയുകയുള്ളൂ. കേവലം ഹല്ലേലൂയ അവിടെയും ഇവിടെയും ഒക്കെ ചില നന്മകളും ചില അനുഗ്രഹങ്ങളും ഒക്കെ കണ്ടേക്കാം. പക്ഷേ ആ ഫുൾനെസ് അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ലഭിക്കേണ്ടതിന്, അത് സമൃദ്ധിയായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന്, ആ ജീവന്റെ സമൃദ്ധി ജീവിതത്തിൽ വ്യാപരിക്കണമെങ്കിൽ ദൈവമായ ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് നാം എത്തിയേ മതിയാവുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യു ഷാൾ എൻ്റർ ദ ആർക്ക്. ഹല്ലേലൂയ. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്ന നോഹയോട് ദൈവത്തിന് പറയാനുണ്ട്, നോഹേ, നീ ഈ റിലേഷൻഷിപ്പിൽ നിന്നാൽ ഇവിടെ നിനക്ക് ജീവരക്ഷയുണ്ട്. ഹല്ലേലൂയ. വീണ്ടും രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവമായ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വന്നേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. there is a life after death. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും തിരുവചനത്തെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ ഈ ലോകത്തിന് ശേഷം, മരണത്തിന് ശേഷം ഇനിയൊരു ജീവിതമുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ആ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആ മരണത്തിന് ശേഷം ഒരു നിത്യത നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ജലത്തിൽ തന്നെ സാക്ഷീകരിക്കുകയും തിരുവചനത്തിന്റെ ന്യായത്തിൽ പ്രമാണത്തിനും ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റബന ശന്തുനി വൈഡേ രഗസ്യാന്തുനിയ റീബ ശന്തുനി വൈഡാ രഗസ്യാന്തുനിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ലാത്തവരോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മൂക്കിലെ ശ്വാസം കഴിയുന്നതോടുകൂടെ തീരും. എന്നാൽ മാറാത്തൊരു ബന്ധം കർത്താവായ യേശു ക്രിസ്തുവുമായി ഉണ്ടെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആർക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, താമസിക്കരുത്. പ്രിയ പാസ്റ്ററിന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദയവായി തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗത്തിൽ. ഈ കൃപായുഗം അവസാനിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളിൽ നാം ആയിരിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ സകലതും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് ലാഭമെന്ന് തിരുവചനം ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും തന്നെ ജലത്തിൽ സാക്ഷീകരിക്കുകയും, ഹല്ലേലൂയ, തന്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഒരു തീരുമാനം എടുക്കുവാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ രാത്രിയായത്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ പലതും അൺലോക്ക് ആകുന്ന രാത്രിയാ. നിങ്ങളുടെ ജീവിതത്തെ യു ടേൺ അടിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ചിന്ത തരുന്നുണ്ടെങ്കിൽ അതിനെ ഗണ്യമാക്കി നിങ്ങൾ വിചാരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, അത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ, ഞാൻ എന്റെ ജീവിതം ഇന്ന് രാത്രി ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നുവെന്ന്, ഹാലിലെ വീഡിയോ ഓൺ ആക്കുന്നില്ലെങ്കിലും നിങ്ങളായിരിക്കുന്ന മുറികളിൽ നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, സർവശക്തന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിൽ വ്യാപരിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളോട് തീർച്ചയായും ഇടപെടുകയും ചെയ്യും. യേശു, ഹല്ലേലൂയ, താൻ ദൈവമാ, തനിക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ തരുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം.
നോഹയുമായി ബന്ധപ്പെട്ട് യഹോവയായ ദൈവം താനുമായി ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലെ ആദ്യത്തെ കണ്ടീഷൻ, നീ പെട്ടകത്തിനുള്ളിൽ കടന്നാലേ ഈ ഉടമ്പടി നിലനിൽക്കുകയുള്ളൂ. ഉൽപ്പത്തി 9-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി ഹല്ലേലൂയ, ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും, എന്നിട്ട് ഒരു കുറെ ലിസ്റ്റ് വന്നിട്ട് പറയാം. ഈ നിയമം ഇത്രയും കാറ്റഗറി ആൾക്കാർക്കുള്ളതാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ദൈവിക ഉടമ്പടിക്കുള്ളിലാണെങ്കിൽ നിങ്ങളിലൂടെ ഒരു ജനറേഷണൽ ബ്ലെസ്സിങ് പുറത്തു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളായി അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ ഒരു വാക്ക് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കർത്താവ്, എന്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, എനിക്ക് പ്രായം ഇത്രയായി, എനിക്ക് രോഗത്തിന്റെ പല അവസ്ഥകളുണ്ട്, എന്റെ തലമുറകളുടെ ജീവിത സാഹചര്യങ്ങൾ ഇന്നതാ, ഈ വചനം എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ശക്തിയോടെ ദൈവ വചനവുമായി നടക്കുന്ന അനേക ദൈവദാസന്മാരുടെ പുറകിൽ, ഹല്ലേലൂയ, ചാണകം മെഴുകിയ തറയിലിരുന്ന് പ്രാർത്ഥിച്ച ഒരപ്പനും അമ്മയും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഈ തലമുറയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുടെ ജീവിതത്തെ എടുത്തു പരിശോധിച്ചാൽ, ഹല്ലേലൂയ, നെടുമ്പാട് വീണ്, ഹല്ലേലൂയ, മുറുക്കിക്കെട്ടിയ വയറുമായി കരഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന മാതാപിതാക്കന്മാരെ കാണുവാൻ കഴിയും. നിങ്ങൾ ഒരു ദൈവിക ഉടമ്പടിക്കുള്ളിലാണെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന അനുഗ്രഹം അത് തലമുറയായി, അതൊരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ആയി ഒരു നദി പോലെ വ്യാപരിക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇതാണ് നോഹയുമായി ദൈവം ചെയ്ത ഉടമ്പടി എന്ന് പറയുന്നു. അടുത്തത് അബ്രഹാമുമായി ദൈവത്തിനുണ്ടായിരുന്ന ഉടമ്പടിയിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കാമോ? ഉൽപ്പത്തി 15:18. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകും, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ഒത്തിരി വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോട് പറയുന്നു. ഈ വാഗ്ദത്തങ്ങളൊക്കെ കേട്ടിങ്ങനെ അബ്രഹാം പോവുകയാണ്. അതിനുശേഷമാണ് 4 രാജാക്കന്മാർക്ക് 5 രാജാക്കന്മാരുമായി യുദ്ധമുണ്ടാകുന്നു. 5 രാജാക്കന്മാരും 4 രാജാക്കന്മാരുമായി യുദ്ധമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഈ വചനഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ബന്ധുവായിരുന്ന ലോത്തിനെയും തന്റെ സകലത്തെയും പിടിച്ച്, ഹല്ലേലൂയ, അവർ കൊണ്ടുപോകുമ്പോൾ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ച യുദ്ധ അഭ്യാസികളായ 318 പേരുമായി ഈ 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധത്തിന് പോവുകയും അവരെ ജയിച്ച് മടങ്ങി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ അതിന് മുൻപ് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ കടന്നു വരുമ്പോൾ സോദോം രാജാവ്, തോറ്റുപോയ രാജാവ് എന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമെ, ഇതിനകത്ത് പിടിച്ചത് സകലതും നീ എടുത്തോ. അബ്രഹാം പറയുന്നുണ്ട്, ഞാൻ യഹോവയായ ദൈവത്തെ പിടിച്ചു പറയുന്നു, ഒരു ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട, നീ എന്നെ അനുഗ്രഹിച്ചു എന്ന് പിന്നത്തേതിൽ പറയാതെ ഇരിക്കേണ്ടതിന് എനിക്കൊന്നും വേണ്ട എന്ന് അബ്രഹാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അബ്രഹാം അവിടുന്ന് മടങ്ങി വരുമ്പോൾ യഹോവയായ ദൈവം തനിക്ക് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അബ്രഹാമും യഹോവയായ ദൈവവും തമ്മിലൊരു ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയും. ആ ഉടമ്പടിയിലാണ് വളരെ വ്യക്തമായി യഹോവയായ ദൈവം താൻ എന്താണ് നൽകുവാൻ പോകുന്നത്, തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിരുകളെ കുറിച്ച് പറയുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ തന്നിരിക്കുന്നു.
ഇതിനു മുമ്പ് ഒരിക്കലും അബ്രഹാമുമായി ഒരു കവനന്റ് റിലേഷൻഷിപ്പ് കാണുന്നില്ല. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കവനന്റ് റിലേഷൻഷിപ്പിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു നിയമത്തെ, ഒരു ഉടമ്പടിയെ കാണുവാൻ കഴിയും. ആ ഉടമ്പടി വന്നതിന് ശേഷമാണ് തന്റെ പ്രോമിസിനെ വളരെ കൃത്യമായി യഹോവയായ ദൈവം തനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം കവനന്റിനകത്താകുമ്പോൾ there will be promises. Promises will be fulfilled only inside the covenant. Hallelujah. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത് കേവലം തലവേദന മാറിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹാലേലുയ വഴി കടന്ന് 10,000 രൂപ കിട്ടിയതിനെ കുറിച്ചോ ഒന്നുമല്ല. നാം ജീവിതത്തിൽ കേട്ട ആ പ്രോമിസസിന്റെ അതിന്റെ ക്രീം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നാം കവനന്റ് റിലേഷൻഷിപ്പിനുള്ളിലായിരിക്കണം. വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും നാം പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയുക, ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നാം വീഴുന്നത് കവനന്റിനുള്ളിൽ നിന്നാണ്. നാം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കവനന്റിൽ വരും, സത്യമാ. പക്ഷെ there is a time lag. നാം ഇത് തിരിച്ചറിയുക. ഹല്ലേലൂയ. നാം ഈ കവനന്റ് റിലേഷൻഷിപ്പിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ആ പ്രോമിസസിന്റെ ക്രീം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആ ദൈവം അരുളി ചെയ്ത ആ വാഗ്ദത്തങ്ങളുടെ ആ ആഴങ്ങൾ നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയുകയുള്ളൂ. ഇതാ 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ അബ്രഹാം തന്നോട് ദൈവത്തോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അബ്രഹാമേ, ഞാൻ നിനക്ക് ഒത്തിരി പ്രോമിസസ് തന്നു. ഈ പ്രോമിസ് ഫുൾഫിൽ ആകണമെങ്കിൽ നീ കവനന്റിലേക്ക് കടക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം യാഗമൃഗങ്ങളെ ഒക്കെ യാഗപീഠത്തിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ യാഗപീഠത്തിലേക്ക് വെച്ചപ്പോൾ ഒരു തിരുവചന ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 15:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 10 തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ, ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേർ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. ഉടലുകളുടെ മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങിയപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. ഇതിന്റെ പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നപ്പോൾ വരുന്നതിന്റെ മുന്നമേ അബ്രഹാം ഒരു യാഗപീഠം ഉണ്ടാക്കി. ആ യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുക്കളെ, യാഗമൃഗങ്ങളെ വെച്ചു. ഈ യാഗമൃഗങ്ങളെ വെച്ചപ്പോൾ ഇതിനെ റാഞ്ചുവാൻ റാഞ്ചൽ പക്ഷികൾ വന്നു. അതിന്റെ ഒരു ആത്മീക അർത്ഥം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ദൈവിക ഉടമ്പടിയിലേക്ക് കയറിയാൽ പൈശാചിക മണ്ഡലങ്ങൾ വിറച്ചിരിക്കും. ഞാനും നിങ്ങളും ഒരു ദൈവിക ഉടമ്പടിക്കുള്ളിൽ കയറാതെ ഇരിക്കേണ്ടതിന് നമ്മുടെ യാഗപീഠത്തിന്റെ മേൽ നമ്മുടെ വെച്ചിരിക്കുന്ന യാഗവസ്തുവിനെ റാഞ്ചുവാൻ പലപ്പോഴും ജീവിതത്തിൽ പൈശാചിക റാഞ്ചൽ പക്ഷികൾ കടന്നു വരുമ്പോൾ തിരിച്ചറിയുക, ഞാനും നിങ്ങളും ഒരു ദൈവിക ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വിറച്ചിരിക്കും. ഉടമ്പടിയിൽ നിൽക്കുന്ന അബ്രഹാമിനെ തൊടുവാൻ ഒരു ദുരാത്മ മേഖലയ്ക്ക് കഴിയില്ല. ഉടമ്പടിയിൽ നിൽക്കുന്ന അബ്രഹാമിന്റെ രോമത്തെ തൊടുവാൻ ഒരു ലൂസിഫറിനും കഴിയുകയില്ല. ഇന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം നമ്മുടെ ഉടമ്പടിയുമായി ദൈവമായുള്ള ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് വരെ നിന്റെ തലമുറകളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പല പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് രാത്രി നീ ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ ഭവനം വിട്ട് മാറുവാൻ ഇടയായിത്തീരും. ഇന്ന് വരെ നിന്റെ ഫിനാൻഷ്യൽ മണ്ഡലങ്ങളെ കവർന്നെടുക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവമേ, ഞാനൊരു കവനന്റിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ അങ്ങനെയുള്ള പൈശാചിക മേഖലകൾ നിന്റെ ഫിനാൻഷ്യൽ മണ്ഡലങ്ങളിൽ നിന്ന് മാറുവാനിടയായിത്തീരും. ഇതാ റാഞ്ചൽ പക്ഷികൾ വന്നു എന്നതിന്റെ ആത്മീക അർത്ഥം പൈശാചിക മണ്ഡലം വിറച്ചു. ഈ അബ്രഹാം ഒരു ഉടമ്പടിയിലേക്ക് വന്നാൽ താൻ കേട്ട വാഗ്ദത്തങ്ങൾ സകലതും നിവൃത്തിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ലൂസിഫർ റാഞ്ചൽ പക്ഷിയായി വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ചിലരൊക്കെ ഉപവസിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ചില റാഞ്ചൽ പക്ഷികൾ അവിടെ ഇവിടെയും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് ഉപവാസത്തിനിരിക്കും. ദൈവവൈദ്യരെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ യേശുവിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയുന്ന ചില ചിന്തകളാകുന്ന റാഞ്ചൽ പക്ഷികളുമായി മത്സരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നിന്റെ ജീവിതം മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ഉഡാമന രഗശന്ധുനിയാ തലഘടകസ്യ ഉടകം ജാലഘടകസ്യ തുനിയ അസ്തനെ വൈഡേ രഗശന്ധിനി രഗത്തോരക ഉടകസ്യാന്തുനിയ. ഹാലേലുയ. എല്ലാവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. റീബാല റബ ശന്ധേനിയാന്തന റംധേന മൗഷിയാന്തന രഗസ്യാന്തുനിയ ലപ്തഷ്ക ബൗഡകസ്യാന്തുന. ആരെങ്കിലും ഉപവസിക്കണമെന്ന് ഹാലേലുയ ഈ പ്രാവശ്യം ചിന്തിച്ചിട്ട് ഈ നിമിഷം വരെ ഉപവസിക്കാൻ കഴിയാതെ പല റാഞ്ചൽ പക്ഷികളാൽ വലയുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ രാത്രിയാണ്. ഇപ്പം ഈ നിമിഷം മുതൽ ഇനി കഴിക്കണ്ട, നാളത്തെ ആരാധന കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഉപവാസത്തിൽ ഇരിക്ക്. നാളെ ഒരു വിടുതല
നാളെ ഒരു അനുഗ്രഹമാ. നാളെ ചിലത് അൺലോക്ക് ആകും. ഞാൻ പറയട്ടെ, നാളെ ചിലത് അൺലോക്ക് ആയില്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്നതിനെ ബ്രേക്ക് ചെയ്യും. ചില ചെയിനുകൾ ബ്രേക്ക് ആകുന്ന പകല നാളെ വിശ്വസിക്കുക. ദൈവജനം അതിനെ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ആരാധിക്കുക. ഇന്ന് രാത്രി ഉപവാസത്തിൽ ഇരിക്കുക. ഇന്ന് രാത്രി ഓൾ നൈറ്റ് പ്രയറിൽ ഇരിക്കുവാൻ ദൈവം ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇരിക്കുക. ചിലത് ബ്രേക്ക് ആകാനാ, ചിലത് അൺലോക്ക് ആകാനാ. കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് പോലെ ചെയ്യും. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിന്റെ മണ്ഡലങ്ങളിൽ ബോധ്യം തരുന്നുണ്ടെങ്കിൽ കമോൺ, ചിലതിനെ ബ്രേക്ക് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. റാംശന്തനെ വൈഡാരകസ്യാന്തുനിയ. ഹല്ലേലൂയ. അബ്രഹാം ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞ പൈശാചിക മണ്ഡലങ്ങൾ റാഞ്ചൽ പക്ഷിയായി വന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം അവയെ അട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഭോവിഷാജ് ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി ചിലതിനെ നോക്കി ആട്ടിക്കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ഇവിടെ അടുത്ത അബ്രഹാമുമായുള്ള ഉടമ്പടിയിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം എടുക്കണ്ട 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 4:19. അയ്യോ, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളല്ലേ. സ്തോത്രം, കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ എടുക്കണ്ട, അവിടെ ഒരു 3 ദൂതന്മാർ സോദോം ഗോമോറ നശിപ്പിക്കുവാൻ നമ്മൾ വന്നതായിട്ട് കാണാം. ഇവർ ആദ്യം വരുന്നത് അബ്രഹാമിന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി വന്നത് കൊണ്ടൊക്കെയാണ് ഇവരൊക്കെ വന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം 15-ാം അധ്യായത്തിൽ ഒരു ഉടമ്പടി അബ്രഹാമും ദൈവവും തമ്മിൽ ഉള്ളത് കൊണ്ട് സ്വർഗത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അബ്രഹാമിന്റെ വീട്ടിൽ ഇത് വന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ അറിയാതെ നിന്റെ ദേശത്തൊന്നും സംഭവിക്കത്തില്ല. അഡോണായി ചർച്ച് ദൈവമായ ഒരു ഉടമ്പടിയിലാണെങ്കിൽ ദേശത്ത് അഡോണായി ചർച്ച് അറിയാതെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ ടിനുപാസ്റ്ററിന്റെ മീറ്റിങ്ങിന് ഇവിടുന്ന് ഒരു 7 hour ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ടിനുപാസ്റ്റർ അല്ല, വേറൊരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആയിരിക്കുന്ന ദേശവുമായി ഒരു ഉടമ്പടി ചെയ്യും. അതെനിക്കൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. അപ്പൊ ആ ദേവദാസം എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, എന്താണ് ഈ ദേവദാസം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ആദ്യത്തെ പെന്തിക്കോസ്റ്റൽ ചർച്ച, നിങ്ങൾക്ക് ആ ദേശവുമായിട്ടൊരു ഉടമ്പടി വേണം. നിങ്ങൾ ഇരുന്ന് ദൈവത്തോട് പറയണം, ദൈവമേ, ഈ ദേശവും എനിക്ക് ഒരു ഉടമ്പടി വേണം. ഉടമ്പടി ബന്ധത്തിലാണ് ദൈവം സൂപ്പർ നാച്ചുറൽ റെലം ഓപ്പൺ ആക്കുന്നത്. ദൈവം, ഈ ദേശവുമായി എനിക്കൊരു ഉടമ്പടി വേണം. ഞാൻ അറിയാതെ, എന്റെ സഭ അറിയാതെ ഈ ദേശത്തൊന്നും സംഭവിക്കരുത്. ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അത് ദേശവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കർത്താവേ, എന്റെ ഭവനവും ഞാനും തമ്മിൽ ഒരു ഉടമ്പടി, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതവുമായിട്ടൊരു ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏത് ഏരിയ, ദൈവമേ, അവിടെ എനിക്കൊരു ഉടമ്പടി വേണം ദൈവമായിട്ട്. ഇന്ന് രാത്രി ഒന്ന് പറയാമോ, ആ ഉടമ്പടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടൊന്ന് പറ, ദൈവമേ, ഈ ഏരിയയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുക, ഇന്ന് രാത്രി ഞാൻ ഒരു ഉടമ്പടി ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിന് വേണ്ടി ഞാനൊരു ഉടമ്പടി ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്യുക. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ. റാഞ്ചൽ പക്ഷികൾ റാഞ്ചുവാൻ വന്നാലും യേശുവിന്റെ നാമത്തിൽ അതിനെ ആട്ടിക്കളഞ്ഞ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ യേശുവിന്റെ നാമത്തിൽ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കൊണ്ടുവരിക. ദേശവുമായി നമുക്ക് ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ദൈവമേ ഒരു ഉടമ്പടി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇന്ന് രാത്രി അത് പ്രാക്ടിക്കലായി ചെയ്യുവാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അടുത്തത്, ഹല്ലേലൂയ, അടുത്തത് ഗോഡ്സ് കവനന്റ് വിത്ത് മോസസ്. മോശയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ. പുറപ്പാട് 24. പുറപ്പാട് 24. 24 എത്ര ജിഗ്മോനെ? 6 മുതലുള്ള വാക്യങ്ങൾ. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു.
അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇതാ മോശയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ നേരത്തെ ചെയ്ത ഉടമ്പടിയെ ഉറപ്പിക്കുന്നതായിട്ട് കാണും. ഈ യാത്രയിൽ പല ഇടങ്ങളിലായി ഉടമ്പടി നഷ്ടപ്പെട്ടു പോയി. ജനത്തിന്റെ ഇടയിൽ പാപം കടന്നു വന്നു. അവർ അന്യദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ഉടമ്പടി ബ്രേക്കായി. എന്നാൽ മോശയുടെ കാലം വന്നപ്പോഴത്തേക്ക് ഇതാ ഉടമ്പടിയെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ആത്മിക ജീവിതത്തിന്റെ ഏതെങ്കിലും ഏരിയകളിൽ ദൈവവുമായുള്ള ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾ തെന്നി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ഉടമ്പടി ഉറപ്പിക്കുവാൻ കഴിയുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടിയിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന രാത്രിയാണ്. കർത്താവേ, ഇന്ന് രാത്രി ആ ഒരു ഉടമ്പടിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നുവെന്ന് പറയുവാൻ കഴിഞ്ഞാൽ ദൈവം അതിന്റെ മേൽ കരം ചലിപ്പിക്കുവാൻ തുടങ്ങും. ഇവിടെ മോശയുമായി ഉടമ്പടി പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കൺഫേമിംഗ് ദ കവനൻസ്. ഹല്ലേലൂയ. എനിക്ക് അവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 24 അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, ക്ഷമിക്കണം, പുറപ്പാട് പുസ്തകം 24 അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി, യഹോവയുടെ തേജസ്സും സീനായ് പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇതാ ഉടമ്പടി ഉറപ്പിച്ച ദൈവമക്കൾ മഹത്വം കണ്ടു. ഹല്ലേലൂയ. ഉടമ്പടിക്കുള്ളിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. യഹോവയായ ദൈവത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ദൈവത്തെക്കുറിച്ച് പലതും പറയുന്നവരുണ്ട്. ദൈവം ഇന്നതാണ്, ദൈവം ഇല്ല എന്ന് പറയുന്ന അനേകരുണ്ട്. എന്നാൽ ഉടമ്പടിയിലായിരിക്കുന്നവരുടെ മുൻപിൽ മാത്രം തേജസ്സോടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ഉടമ്പടി കൺഫേം ചെയ്തപ്പോൾ, ആ ഉടമ്പടിയെ ഉറപ്പിച്ചപ്പോൾ തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഉടമ്പടികളെ നാം ഉറപ്പിക്കുമ്പോൾ ഭവനം തേജസ് കൊണ്ട്, യഹോവയുടെ തേജസ് കൊണ്ട് നിറയും. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയെ നാം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യഹോവയുടെ തേജസ് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. തേജസ്സിനെ ആർക്കെങ്കിലും കാണണമെങ്കിൽ, അല്ലെങ്കിൽ യഹോവയുടെ ഗ്ലോറി ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മറക്കരുത്, നാം ഉള്ളിൽ നിന്നെങ്കിൽ മാത്രമേ യഹോവയുടെ തേജസ് കാണുവാൻ കഴിയുകയുള്ളൂ. പഴയ നിയമത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ എടുത്ത് നമ്മൾ കണ്ടു. നോഹ രക്ഷിക്കപ്പെടണമെങ്കിൽ, പെട്ടകത്തിൽ കയറണമെങ്കിൽ ഉടമ്പടി വേണം. അബ്രഹാമിന്റെ ജീവിതത്തെ കണ്ടു. ഹല്ലേലൂയ. അബ്രഹാമുമായുള്ള ഉടമ്പടിയിലാണ് പ്രോമിസുകൾ റിലീസാകുന്നത്. മോശയുടെ ഉടമ്പടി കണ്ടു. മോശയുമായുള്ള ഉടമ്പടിയിലാണ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്ത്. ഇതാ 3 കാര്യങ്ങൾ: രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ അല്ലെങ്കിൽ ജീവരക്ഷ, അതിനുശേഷം പ്രോമിസസ്, അതിനുശേഷം ഹല്ലേലൂയ ദൈവത്തിന്റെ ഗ്ലോറി. ഇവ 3 അടങ്ങിയിരിക്കുന്നത് കവനന്റിനകത്തു മാത്രമാണ് എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ദൈവജനത്തെ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കൊരിക്കലും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. മാമോനെ വിട്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് നാം അടുത്തു വന്നാൽ, ആ ഒരു കവനന്റിലേക്ക് നാം അടുത്തു വന്നാൽ നമുക്ക് ദൈവിക ഗ്ലോറിയെ ദർശിക്കുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്ക് വായിക്കാമോ? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 26-ന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിക്കണം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. Praise the Lord. For this is my blood of the covenant. കർത്താവായ യേശുക്രിസ്തു അന്ത്യാധ്യായത്തിൽ ഹല്ലേലൂയ തന്റെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഫോർ ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് കവനന്റ്. പുതിയ നിയമത്തിലെ വിശ്വാസിയെ നമ്മുടെ കവനന്റ് നിലനിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാം ഇതൊരിക്കലും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമുമായുള്ള
ഉടമ്പടിയിൽ യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുക്കളെ വെച്ചു. മോശയുമായുള്ള ഉടമ്പടിയിൽ യാഗമൃഗത്തെ കൊന്ന് അതിന്റെ രക്തമൊഴിച്ചു. എന്നാൽ പുതിയ നിയമ വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പേർ വിളിക്കപ്പെട്ട നസ്രയനാകുന്ന യേശു തന്റെ രക്തം കാൽവറിയിൽ ഒഴുകിയപ്പോൾ അത് പുതിയ നിയമമായി. ഫോർ ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദ കവനന്റ്. ഞാനും നിങ്ങളുമായിരിക്കുന്നത് രക്തത്തിന്റെ കവനന്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേവലം ഒരു മൃഗത്തിന്റെ രക്തം ഒഴിച്ച് കവനന്റ് ഉറപ്പിച്ച മോശയും ഇസ്രായേൽ മക്കളും അസാധാരണമായ ദൈവ തേജസ് കണ്ടെങ്കിൽ, സ്വന്തം പുത്രന്റെ രക്തത്താൽ കവനന്റിനുള്ളിലാക്കപ്പെട്ട ഞാനും നിങ്ങളും എത്ര അധികം ദൈവമഹത്വം കാണണം, എത്ര അധികം ദൈവപ്രവൃത്തി കാണണം, എത്ര അധിക ദൈവിക ഗ്ലോറി കാണണം, എത്ര അധിക ദൈവിക പ്രോമിസസുകൾ ഇന്ന് രാത്രി നാം പ്രാപിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കവനന്റ് നിലനിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:15 പറയുന്നു, ഒരു മീഡിയേറ്ററും ഇല്ല. ജീസസ് is the mediator of new covenant. വേറെ ഒരു മീഡിയേറ്ററും ഇല്ല. മാതാവില്ല, അപ്പോസ്തലന്മാരില്ല, തോമാസ് ലീഗയില്ല, ഇവരാരുമില്ല. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കവനന്റ് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിടുതലിന്റെ മെസ്സേജ് പറയാനായി അഭിഷായ എനിക്ക് നിയോഗം ലഭിച്ചത്. അതിന്റെ പോയിന്റ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഓൾട്ടർ കോളിന്റെ മെസ്സേജ് ആണ് എനിക്ക് കീപ്പ് ഓൺ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന, നിങ്ങളെ പിടിച്ചു വെക്കുന്ന ചെയിനുകളെ ബ്രേക്ക് ചെയ്ത് ഹല്ലേലൂയ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. തന്റെ രക്തത്തിന്റെ കവനന്റിന് ഉള്ളിലേക്ക് നിങ്ങൾ വന്നാൽ ആ രക്തത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, വിടുതലുകൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വേറെ ഒരു പണിയോ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഒത്തിരി പണി ഉണ്ടെങ്കിലും ഹല്ലേലൂയ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ എന്നെയും ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തെയും വിടുവിച്ചൊരു ദൈവത്തിന്റെ മുഖം ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തിലേക്ക് അഡോണായി സഭ ഒരുമിച്ച് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ആ ക്രിസ്തുവിന്റെ വിടുതലിലേക്ക്, ആ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് ഇന്ന് രാത്രി സഭ ഒരുമിച്ച് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Come on, come to the love of the Christ. Come to the blood of the Christ. There is salvation only in Lord Jesus Christ. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കവനന്റിൽ നാം ആയിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിന്റെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞു അവന്റെ തലയിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അതൊരു മർമ്മമാകട്ടോ. ഹല്ലേലൂയ. മുള്ളുകൊണ്ട് ഒരു കിരീടം മെനഞ്ഞു അവന്റെ തലയിൽ വെച്ചു. എന്നാൽ അവൻ മടങ്ങി വരുന്നത് രാജ കിരീടം വെച്ചുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മുള്ളുകൊണ്ട് കിരീടം വെച്ചു, എന്നാൽ താൻ മടങ്ങി വരും രാജാവായി. അന്ന് തന്റെ തലയിൽ ഹല്ലേലൂയ അനേക രക്തങ്ങൾ അടങ്ങിയ ഒരു കിരീടം ഉണ്ടായിരിക്കും. വലങ്കയിൽ ഒരു കോല് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുൻപിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു. എന്നാൽ തിരുവചനം പറയുന്നു എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു നാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. തന്റെ നിയമ രക്തത്തിനുള്ളിലായിരിക്കുന്നവരെ ചേർക്കുവാൻ, തന്റെ നിയമ രക്തത്തിനുള്ളിൽ ഹല്ലേലൂയ തന്റെ കവനന്റിനുള്ളിലായിരിക്കുന്നവരെ വിടുവിക്കുവാൻ, തന്റെ കവനന്റിനുള്ളിലായിരിക്കുന്നവരെ രക്ഷിക്കുവാൻ, അവരെ മധ്യാകാശത്തെ എടുക്കേണ്ടതിന് ഇതാ കാഹളം ധ്വനിക്കുന്ന നാളുകൾ ഇനി അധികം വിദൂരമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ ഇന്ന് രാത്രി ഞാൻ ഉടമ്പടിയിലേക്ക് മടങ്ങി വരിക. എന്റെ കുടുംബം ഉടമ്പടിയിലേക്ക് മടങ്ങി വരിക. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉടമ്പടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. കർത്താവ് ഇന്നുവരെ ഞാൻ ഒരു കവനന്റിന്റെ ആ ഒരു സ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി ഞാൻ എന്റെ ജീവിതം തരിക. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, മൊബൈൽ നിങ്ങൾക്ക് തരാത്ത, ആപ്പുകൾ നിങ്ങൾക്ക് തരാത്ത, ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളുടെ സ്കൂളുകളിൽ ഡിസ്കസ് ചെയ്യുന്ന യാതൊന്നും നിങ്ങൾക്ക് തരാത്ത വലിയ സ്നേഹത്തെ, വലിയ വിടുതലിനെ തരുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുമായ ഒരു ബന്ധത്തിലേക്ക്, ആ ഒരു ക്രിസ്തുമായ ഒരു കവനന്റിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അപ്സൈഡ് ഡൗൺ തിരിക്കുന്ന ഒരു രാത്രിയായി മാറുവാൻ സാധ്യതയുണ്ട്.
ഹാലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് രാത്രി എന്താ കണ്ടത്? ഹാലേലൂയ. നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. കർത്താവ് എന്തിനാ ഉടമ്പടി? മോനെ, ഉടമ്പടിയിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയുള്ളൂ. ഹാലേലൂയ. സഭയ്ക്ക് വെളിയിൽ നിന്ന്